أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളായ സഹോദരങ്ങളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും യഥാർത്ഥ മുത്തക്കുകളിലും മുവഹിദുകളിലും പെടുത്തി റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അനുചരൻ, ഒരു സ്വഹാബി ഉബാദത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ വലീദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ ഉപ്പയുടെ അടുക്കലേക്ക്, മരണാസന്നനായ ആ ഉപ്പയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ആ മകൻ ഉപ്പയോട് പറഞ്ഞു: ഔസിനി, ഉപ്പ, എനിക്ക് ഈ മരണാസന്നമാകുന്ന ഈ സന്ദർഭത്തിൽ ചില വസീയത്തുകൾ, ചില ഉപദേശങ്ങൾ നൽകണം ഉപ്പ. ആ സമയം രോഗാസനനായ ഉബാദത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു: അജ്ലിസൂനി, നിങ്ങളെ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തു. മഹാനായ ഉബാദത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തിയപ്പോൾ തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്: യാ ബനിയ്യ, എൻ്റെ പൊന്നുമോനെ, ഇന്നക ലൻ തജിദ തുഅമൽ ഈമാൻ, നിനക്ക് വിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ മകനെ, ഹത്താ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഖൈറും ഷർറുമാകുന്ന, സന്തോഷകരവും സങ്കടകരവുമാകുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഖളാ തഖ്ദീർ അനുസരിച്ച് വരുന്നതാണ് എന്ന് നീ ദൃഢമായി വിശ്വസിക്കുകയാണെങ്കിൽ മാത്രം മോനെ നിനക്ക് ഈമാനിൻ്റെ മാധുര്യം, നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ മധുരവും അതിൻ്റെ സുഖവും അതിൻ്റെ ആസ്വാദനവും നിനക്ക് ലഭിക്കണമെങ്കിൽ മോനെ, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷകരവും സങ്കടകരവുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തഖ്ദീർ അനുസരിച്ചാണ് വരുന്നതെന്ന് മോനെ നീ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ മോനെ നിനക്ക് പരലോകത്ത് വിജയിക്കാൻ കഴിയൂ എന്ന്
മരണാസന്നനായി കിടക്കുന്ന മഹാനായ ഉബാദത്ത് ബിൻ സ്വാബിത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ അവസാനമായി കൊടുത്ത ഉപദേശമാണ് സഹോദരങ്ങളെ. നമ്മളൊക്കെയും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന സന്തോഷകരവും സങ്കടകരവുമായ കാര്യങ്ങളൊക്കെയും എൻ്റെ റബ്ബിൻ്റെ ഖളാ തഖ്ദീർ അനുസരിച്ചാണ് വരുന്നത്. എന്തേ എൻ്റെ കുടുംബത്തിൽ മാത്രം, എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ, എൻ്റെ മക്കൾക്ക് മാത്രം എന്തേ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തേ ഞാൻ ഒരു കച്ചവടം തുടങ്ങിയാലും എനിക്കതിൽ വിജയിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു ചിന്ത ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ അങ്ങനെ ചെയ്തു തീർന്നിരുന്നുവെങ്കിൽ, ഞാൻ ആ സമയത്ത് ഞാനൊന്ന് കയറിപ്പോയിരുന്നുവെങ്കിൽ, ഞാൻ ആ സമയത്ത് ഈ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എന്ന ഒരു ചിന്തയും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു വിശ്വാസി പ്രഭാതത്തിൽ റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും മൻ റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ എൻ്റെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് സഹോദരങ്ങളെ. മൻ റളിയ ബില്ലാഹി റബ്ബ, എൻ്റെ റബ്ബിനെ ഞാൻ, എൻ്റെ അല്ലാഹുവിനെ ഞാൻ റബ്ബായി, അഥവാ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഹ്ലാദവും സന്തോഷവും നിറഞ്ഞതും സങ്കടകരവും ദുഃഖകരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ് എന്ന ഉദ്ദേശമാണ് റളീതു ബില്ലാഹി റബ്ബ എന്നൊരു വിശ്വാസി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം വളരെ ചെറുപ്രായത്തിൽ തൻ്റെ ഹൃദയത്തിൻ്റെ കഷണമായിരുന്ന യൂസുഫ് അലൈഹിസ്സലാം എന്ന ചെറിയ മകനെ നഷ്ടപ്പെട്ടു. ആ മകൻ മടങ്ങി വരുമെന്ന് കാത്തിരിക്കുമ്പോൾ വീണ്ടും തൊട്ടടുത്ത ഒരു മകനെയും നഷ്ടപ്പെടുന്നു. ആ നഷ്ടങ്ങൾ ഓരോന്നും സംഭവിക്കുമ്പോഴും ആ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്, ആ വിയോഗത്തിലും ആ നഷ്ടത്തിലും ആ പ്രവാചകന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു വാചകം, ഫസബ്റുൻ ജമീൽ, ഞാൻ വളരെ നന്നായി ക്ഷമിക്കുന്നു, ക്ഷമ അവലംബിക്കുന്നു. എന്തിനാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? നമ്മെ സങ്കടപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിൽ പ്രയാസമുണ്ടാകുന്ന, നമ്മുടെ മനസ്സിൽ ദുഃഖമുണ്ടാകുന്ന അത്യാഹിതങ്ങളും ആപത്തുകളും പ്രതിസന്ധികളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ വരുമ്പോൾ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ആ പ്രവാചകൻ പറഞ്ഞ അതേ വാചകം, ഫസബ്റുൻ ജമീൽ, ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ നിശ്ചയപ്രകാരമാണ്, അതുകൊണ്ട് ഞാൻ നന്നായി ക്ഷമിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നുണ്ടോ സഹോദരങ്ങളെ? ആ പ്രവാചകൻ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെയുള്ള ആ സംസാരം പ്രതിസന്ധികളിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ടോ? കേരളത്തിലെ പ്രശസ്തനായ ഒരു വിശ്വാസിയായ ഒരു ഡോക്ടർ ക്യാൻസറിൻ്റെ 4ാം സ്റ്റേജിലായി ICUവിൽ ആ ഡോക്ടർ കിടക്കുമ്പോഴും തൻ്റെ ജൂനിയർ ഡോക്ടേഴ്സിന് അദ്ദേഹം ക്ലാസ് നടത്തുന്നുണ്ട്. ആ ഒരു ജൂനിയർ ഡോക്ടേഴ്സ് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വേദനയിലും ഈ ലോകത്ത് നിന്ന് വിടവാങ്ങാൻ പോകുന്ന ഈ പ്രതിസന്ധിയിലും
മാനസികമായ സംഘർഷങ്ങളൊന്നും ഇടാതെ ഞങ്ങൾക്ക് എങ്ങനെ ക്ലാസ് എടുത്തു തരാൻ കഴിയുന്നു? ആ വിശ്വാസിയായ ഡോക്ടർ ആ ജൂനിയർ ഡോക്ടേഴ്സിനോട് പറഞ്ഞത്, ഞാൻ മരിച്ചു പോകുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള ദൃഢമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. 2-3 ആഴ്ച കഴിയുമ്പോൾ ആ ഡോക്ടർ അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയാവുകയാണ്. പ്രതിസന്ധികളിലും പതറാതെ ഫസ്സബ്റുൻ ജമീൽ എന്ന് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ സഹോദരങ്ങളെ? പലപ്പോഴും നമ്മുടെ വ്യക്തിഹത്യ നടത്താതെ, നമ്മുടെ ആത്മാഭിമാനത്തെ തകർത്ത് കളയാതെ വളരെ മാന്യമായി സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ എൻ്റെ നാട്ടിലും എൻ്റെ കുടുംബത്തിലും ഒരു മോശമായ ഒരു പേരെന്നെ കുറിച്ച് വരരുതേ. ഒരു പ്രവാസിയായ സഹോദരൻ 2018 മകളുടെ വിവാഹവുമായി നാട്ടിലേക്ക് വന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാത്രി യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പോലീസ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അടുത്തൊരു മോഷണം നടന്ന വ്യക്തിയുടെ രൂപസാദൃശ്യവുമായി അദ്ദേഹത്തിന് സാദൃശ്യമുണ്ട്. കുറ്റം അദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തപ്പെട്ടിട്ട് 6-7 മാസക്കാലം അദ്ദേഹം ജയിലിൽ കിടന്നു. ഒരു കുറ്റവും ചെയ്യാത്ത ആ നിരപരാധിയായ മനുഷ്യനെ ബന്ധുവീടുകളിലും മറ്റു വീടുകളിലുമൊക്കെ ഒരു കുറ്റവാളിയായി കൊണ്ടുവരപ്പെട്ടു. വർഷം 6-7 കഴിഞ്ഞുപോയി. 2025 കഴിഞ്ഞ വ്യാഴാഴ്ച മോഷണം നടത്തിയ വ്യക്തിയുടെ ഭാര്യ ഇന്നയാളാണ് മോഷണം നടത്തിയതെന്ന് വ്യക്തമായപ്പോ കോടതി ആ മനുഷ്യന് നിയമപാലകരിൽ നിന്ന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി, ആ കുടുംബത്തിൻ്റെയും ആ വ്യക്തിയുടെയും ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ നിരപരാധിയാണ് എന്ന് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ഫസ്സബ്റുൻ ജമീൽ, ഞാൻ വളരെ നന്നായി ക്ഷമിക്കുന്നു. ഇതിന്റെ പിന്നിൽ അള്ളാഹു എനിക്കൊരു വിജയം വെച്ചിട്ടുണ്ട്. എൻ്റെ ആത്മാഭിമാനം ഇവിടെ ഉടഞ്ഞു പോയെങ്കിലും എൻ്റെ ആത്മാഭിമാനത്തെ എൻ്റെ റബ്ബ് സംരക്ഷിച്ചു നിർത്തും. പ്രതിസന്ധികളിലും കഷ്ടനഷ്ടങ്ങളിലും വിയോഗങ്ങളിലുമൊക്കെ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ഫസ്സബ്റുൻ ജമീൽ. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര തിരിച്ച ഒരു കുടുംബം, 8 അംഗങ്ങളുമായിട്ടാണ് അവർ യാത്ര തിരിച്ചത്. ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ ആ പ്രവാസിയായ സഹോദരൻ ചിന്തിച്ചിട്ടുണ്ടാകില്ല, ഞാൻ ഓമനിച്ച് വളർത്തുന്ന വിടർന്നു വന്നിട്ടില്ലാത്ത ചെറിയ മൊട്ടുകളാകുന്ന എൻ്റെ 4 മക്കളും ആ മക്കൾക്ക് പാചകം ചെയ്തു കൊടുക്കുന്ന ആയയും ഈ ലോകത്ത് നിന്ന് യാത്രയാകുമെന്ന് ആ പ്രവാസിയായ ആ ലത്തീഫ് എന്ന സഹോദരൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് ശേഷം നമ്മൾ കണ്ടു, ആ സഹോദരൻ ആ സ്വന്തം മക്കളുടെ മയ്യത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ വീൽ ചെയറിലേക്ക് വന്ന ആ ഉപ്പയും, വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്ന ആ ഉമ്മയെ ആംബുലൻസിലേക്ക് കൊണ്ടുവരുമ്പോഴും ആ ഉമ്മയുടെ മനസ്സിന്റെ ഉള്ളിലെ വെപ്രാളവും അസ്വസ്ഥതയും എത്രയായിരിക്കും. 9 മാസവും 10 ദിവസവും മരണവേദന അനുഭവിച്ച് ഓരോരുത്തരെയും വളർത്തിയെടുത്ത, അവരുടെ മുഖത്ത് അവരുടെ വായയിൽ വളർന്നു വരുന്ന പല്ലുകളെയും പുഞ്ചിരിയെയും നോക്കി വളർത്തിയ ആ മാതാപിതാക്കൾ, അവർക്കും നൽകുന്നത് ഫസ്സബ്റുൻ ജമീൽ. അള്ളാഹുവിൻ്റെ ഈ പരീക്ഷണത്തിൽ ഞാൻ ക്ഷമിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തി, വലനബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കും എന്ന് മാത്രമല്ല, വലനബ്ലുവന്നകും, തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം കൊണ്ട് പരീക്ഷിക്കും.
വൽ ജൂ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. അതുപോലെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകൽ കൊണ്ട് പരീക്ഷിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും അത്യാഹിതങ്ങളും അപ്രതീക്ഷിതമായ ദുരിതങ്ങളും ഒക്കെ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വബശ്ശിരിസ് സ്വാബിരീൻ, നബിയെ ഈ സഹനം അവലംബിക്കുന്ന, ഈ വേദനകളും ഈ പ്രയാസങ്ങളും മനസ്സിൽ കടിച്ചമർത്തി സബ്ർ അവലംബിക്കുന്നവർക്ക് നബിയെ സന്തോഷവാർത്ത അറിയിക്കുക. വബശ്ശിരിസ് സ്വാബിരീൻ. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു വീണ്ടും ഉണർത്തുന്നു, എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, അവർക്ക് എന്തെങ്കിലും വിപത്തുകളോ മുസീബത്തുകളോ കടന്നു വന്നാൽ ഖാലു, അവർ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, റബ്ബേ ഞങ്ങളൊക്കെയും നിനക്ക് വേണ്ടിയിട്ടുള്ളവരാണ്. എൻ്റെ പ്രിയപ്പെട്ട ഈ 4 മക്കൾ മാത്രമല്ല മരണപ്പെട്ടു പോയത്, ഒരിടവേളയ്ക്ക് ശേഷം റബ്ബേ ഞങ്ങളും നിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടവരാണ്. അങ്ങനെ സബറും അള്ളാഹുവിന്റെ പ്രതിഫലവും കാക്ഷിക്കുന്ന വിശ്വാസികളെ കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തി. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. ഇങ്ങനെ സഹനതയും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലവും കാക്ഷിക്കുന്ന വ്യക്തികളുടെ മേലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ കാരുണ്യവും. വൗലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ. ഇവിടെ നമ്മളൊക്കെയും ചിന്തിക്കേണ്ടത്, കേരളത്തെ ഞെട്ടിച്ച, പ്രവാസ ലോകത്തെ വല്ലാതെ കണ്ണുനീരിലാഴ്ത്തിയ ഈ 4 ചെറിയ മക്കളുടെ വിയോഗം സഹോദരങ്ങളെ, നമ്മുടെ മകൻ്റെയോ മകളുടെയോ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നമ്മൾ ജുമഅയ്ക്ക് വന്നിരിക്കുമ്പോൾ നമ്മുടെ പേരക്കുട്ടി, മകളുടെ മകൾ വല്ലാത്തൊരു പ്രയാസത്തിലാണെങ്കിലും നമ്മെ അത് മാനസികമായി വല്ലാതെ സങ്കടപ്പെടുത്തുകയും അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാൽ ഈ ലോകത്തു നിന്ന് വിടവാങ്ങുന്ന മരണം സംഭവിക്കുമ്പോൾ നമ്മൾ ആ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കുക, അള്ളാഹുവേ ആ മാതാവിനും പിതാവിനും ആ കുടുംബത്തിനും സഹനതയും അള്ളാഹുവിൻ്റെ പ്രതിഫലവും കാക്ഷിക്കാനുള്ള ഹൃദയവിശാലത നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിച്ച പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുക സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം എങ്ങനെയാണ്? പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണുള്ളത്. ബാക്കിയുള്ള മക്കൾ ഓരോന്നോരോന്നായി രോഗങ്ങൾ വന്ന് അള്ളാഹുവിലേക്ക് യാത്രയായി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തി, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമൽ ബലാ, ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്നത് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നടത്തുന്ന വ്യക്തികളിലേക്കാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രിയ മകൻ ഇബ്രാഹിം മരണാസന്നനായി കിടക്കുമ്പോൾ ആ പൊന്നോമനയെ സ്വന്തം കരങ്ങളിലേക്ക് എടുത്തു വെച്ച് ഹൃദയം വിതുമ്പുന്നത് കണ്ടിട്ട് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അന്ത യാ റസൂലുള്ളാഹ്, റസൂലേ അങ്ങ് പൊട്ടിക്കരയുകയാണോ റസൂലേ? ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, യാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അല്ലയോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഇന്നഹാ റഹിമ, അതൊരു കാരുണ്യമാണ് അബ്ദുറഹ്മാൻ. എൻ്റെ മകനെക്കുറിച്ച് ഞാൻ സ്നേഹത്തോടെ വളർത്തുന്ന എൻ്റെ മകൻ അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോൾ ആ മകനോടുള്ള കാരുണ്യമാണ് എൻ്റെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇന്നൽ ഐന തദ്മഉ, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വരും. വൽ ഖൽബ യഹ്സുൻ, എൻ്റെ ഹൃദയം ദുഃഖിക്കും. പക്ഷേ വലാ തഖൂലു ഇല്ലാ മാ തുർളി റബ്ബന,
എൻ്റെ റബ്ബ് തൃപ്തിപ്പെടാത്ത, എന്തേ റബ്ബേ നീ ചെറിയ പ്രായത്തിൽ എൻ്റെ പൊന്നോമനെ നീ പിടിച്ചത്? അങ്ങനെ പറയാൻ പാടില്ലാത്ത വാചകങ്ങളൊന്നും, എൻ്റെ റബ്ബിന് അനിഷ്ടകരമായ ഒരു വാചകവും ഞാൻ പറയുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പോൾ, വലിയുപ്പയും വലിയുമ്മയും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ, ചെറിയ മക്കളും ചെറിയ പ്രായത്തിൽ മരണപ്പെടുമ്പോൾ വല്ലാത്ത പ്രതിസന്ധിയും പ്രയാസവും വിശ്വാസികളുടെ ഹൃദയത്തിലുണ്ടാകും. അവിടെ ഒരു വിശ്വാസിയുടെ നിലപാട് എങ്ങനെയെന്ന് ആ പ്രവാചക ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. മറ്റൊരവസരത്തിൽ പ്രവാചക പുത്രിയായ സൈനബ റളിയല്ലാഹു അൻഹയുടെ ഒരു സന്താനം രോഗിയായി. അന്ന് അള്ളാഹുവിൻ്റെ റസൂല് നാട്ടിലില്ല. പ്രവാചകൻ ദൂരെ ഏതോ ഒരു സ്ഥലത്തായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹു ഒരു ദൂതനെ പ്രവാചകന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. സൈനബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ രോഗിയായി മരണാസന്നനായി. അതുകൊണ്ട് എൻ്റെ ഉപ്പച്ചിയെ പെട്ടെന്ന് വിളിച്ചു കൊണ്ടുവരണമെന്ന് ആ ദൂതന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ ആ ദൂതനോട് പറഞ്ഞു, എൻ്റെ സലാം എൻ്റെ മോളെ അറിയിക്കുക. എന്നിട്ട് നീ ഇത് പറഞ്ഞു കൊടുക്കണം: ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅതാ വകുല്ല ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ് എന്ന് പറഞ്ഞേക്കുക. ആ ദൂതനോട് പറഞ്ഞയച്ചു. എന്തായിരുന്നു ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇന്ന ലില്ലാഹി മാ അഖദ, മോളെ അള്ളാഹു എടുത്തത് അത് അള്ളാഹുവിനുള്ളതാണ് മോളെ. വലഹു മാ അഅതാ, അവൻ നൽകിയതും അള്ളാഹുവിനുള്ളതാണ്. വകുല്ല ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ, ഈ ലോകത്തോരോ വസ്തുവിനും അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിയാൽ പ്രായമെന്നില്ല. അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്ത് റബ്ബിലേക്ക് മടങ്ങേണ്ടി വരും. അതുകൊണ്ട് ഫൽ തസ്ബിർ, എൻ്റെ പൊന്നുമോളെ നീ ക്ഷമിക്ക്. വൽ തഹ്തസിബ്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിക്ക്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോൾ, നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോകുമ്പോൾ, നമ്മുടെ ജീവിത പങ്കാളി മരണപ്പെട്ടു പോകുമ്പോൾ, നാം ഇഷ്ടപ്പെടുന്ന പലരും മരണപ്പെട്ടു പോകുമ്പോൾ, നമ്മുടെ മക്കളോ പേരമക്കളോ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ട ഒരു വാചകമാണ്: ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅതാ വകുല്ല ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ്. ആ ദൂതനെ പറഞ്ഞയച്ച് സൈനബ് റളിയല്ലാഹു അൻഹു വീണ്ടും പ്രവാചകന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്: ഇല്ല റസൂലേ, എൻ്റെ ഉപ്പയെ എത്രയും പെട്ടെന്ന് മകൻ്റെ മരണാസന്നമായ അവസ്ഥ അറിയിക്കണം, എൻ്റെ ഉപ്പയെ കൊണ്ടുവരണം. അള്ളാഹുവിൻ്റെ റസൂലും പ്രഗത്ഭരായ സ്വഹാബത്തും തൻ്റെ മകളുടെ ആ പേരക്കുട്ടിയുടെ ആ മരണാസന്നനായ കുട്ടിയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ കയ്യിലേക്ക് എടുക്കുമ്പോൾ വനഫ്സുഹു യഖഅതഹു, ആ കുട്ടിയുടെ ശരീരം കിടുകിട മരണാസന്നമായി വിറക്കുന്നുണ്ടായിരുന്നു. വഫാലത്ത് ഐനാഹു, പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹാദിഹി റഹ്മ, അത് കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഒഴുകി. അത് കാരുണ്യമാണ്. ഹൃദയമുള്ളവർക്കാണ് അങ്ങനെയുള്ള കാരുണ്യവും അനുകമ്പയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള സങ്കടവും വരുന്നത്. അവിടെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്: വലാ തഖൂലു, ഞാൻ പറയുകയില്ല, എൻ്റെ റബ്ബ് തൃപ്തിപ്പെടാത്ത, അവൻ അതൃപ്തിയാകുന്ന ഒരു വാചകവും എന്നിൽ നിന്ന് വന്നു പോവുകയില്ല. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ അനുചരന്മാരെ ഉണർത്തി. ഒരു മുസ്ലിമായ സഹോദരൻ, ഒരു വിശ്വാസിയായ സഹോദരന് 3 ചെറിയ കുട്ടികളുണ്ട്. പ്രായപൂർത്തിയാകാത്ത പ്രായത്തിൽ ആ പൊന്നുമക്കൾ അള്ളാഹുവിലേക്ക് യാത്രയായാൽ ഇല്ല അദ്ഖലഹുൽ ജന്ന,
അള്ളാഹു ആ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. നമ്മളിൽ നിന്നും യാത്ര പറഞ്ഞുപോയ ആ അബ്ദുൽ ലത്തീഫ് എന്ന ആ സഹോദരൻ്റെ പൊന്നോമനകൾക്ക്, ആ മാതാവിനും പിതാവിനും, അതുപോലെ മക്കൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും അള്ളാഹു സ്വർഗം നൽകി ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അൻസ്വാരികളായ സ്ത്രീകൾ ഒരിക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, അങ്ങ് ആണുങ്ങളുടെ കൂടെയാണ് അധികവും, ഞങ്ങൾക്കും ചില സംശയങ്ങളും ഞങ്ങൾക്കും ചില പഠന വിഷയങ്ങളുമുണ്ട്. അവരോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് 3 സന്താനങ്ങളുണ്ടായി. ഇതുപോലെ രോഗം വന്ന് മരണപ്പെട്ടു പോയാൽ നാളെ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് കാവലാണ്, സംരക്ഷണമാണ്. ആ സമയത്ത് ഒരു അൻസ്വാരിയായ സഹോദരി ചോദിച്ചു, റസൂലേ, 2 മക്കളാണെങ്കിലോ? ആ 2 മക്കൾക്കും നരകത്തിൽ നിന്നുള്ള ഒരു കവചം, ഒരു സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരിക്കൽ പ്രവാചക വിയോഗത്തിന് ശേഷം ഒരനുചരൻ 2 മക്കൾ നഷ്ടപ്പെട്ടു പോയ ഒരു പിതാവ്, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, പ്രവാചകനിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ രേഖപ്പെടുത്തിയ വ്യക്തിയാണല്ലോ താങ്കൾ, എൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് പറയുന്നത്? ആ സമയത്ത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗ കവാടങ്ങളിൽ നിന്റെ 2 മക്കൾ നിന്നെ പ്രതീക്ഷിച്ചിരിക്കും. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നിന്റെ വസ്ത്രത്തിൽ ഇങ്ങനെ, ആ കോന്തലയിൽ ഞാൻ ഇങ്ങനെ പിടിക്കുന്നത് പോലെ നിന്റെ മക്കൾ നിന്റെ വസ്ത്രത്തിലേക്ക് പിടിച്ചുകൊണ്ട് ആ റബ്ബിൻ്റെ മുന്നിൽ, ഈ മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കാൻ റബ്ബിൻ്റെ മുന്നിൽ യാചിക്കുമെന്ന്, കുതർക്കം നടത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുതുബയിലുടമൂളം ഓർമ്മപ്പെടുത്തിയത്, നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോൾ അത്തരം വിയോഗങ്ങളുടെ സന്ദർഭങ്ങളിൽ അനിഷ്ടകരമായ, റബ്ബ് തൃപ്തിപ്പെടാത്ത വാചകങ്ങൾ, എന്തേ നീ കൊണ്ടുപോയത്, എന്തേ റബ്ബേ നീ പിടിച്ചത്, എന്തേ റബ്ബേ നീ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ഈ മനുഷ്യനെ പിടിച്ചത് എന്ന രൂപത്തിലുള്ള സംസാരം ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തി, ഒരു പ്രിയപ്പെട്ട മകനെ മരണപ്പെടുത്തിയ മലക്കുകളോട് അല്ലാഹു ചോദിക്കുന്നതായി, എൻ്റെ അടിമയുടെ ഹൃദയത്തിൻ്റെ കഷണമായ ആ മകനെ പിടിക്കുമ്പോൾ, ആത്മാവിനെ പിടിക്കുമ്പോൾ ആ ഉപ്പയുടെ, ആ ഉമ്മയുടെ അവസ്ഥ എന്തായിരുന്നു? ആ സമയത്ത് ആ മലക്കുകൾ പറയും, ഹമിദക വസ്തർജ, അവർ അല്ലാഹുവിനെ സ്തുതിക്കുകയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ചെയ്തു റബ്ബേ. ആ സമയം റബ്ബ് അവർക്ക് കൊടുക്കുന്ന മറുപടി, മലക്കുകൾക്ക് കൊടുക്കുന്ന മറുപടി, ഇബ്നു ലി അബ്ദി ബൈതാ ഫിൽ ജന്ന, ബൈതൻ ഫിൽ ജന്ന, എൻ്റെ ആ അടിമയ്ക്ക് സ്വർഗത്തിൽ ഒരു ഭവനം പണിതു കൊടുക്കുക. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ ഭവനത്തിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വയ്ക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനവധി നിരവധി ഹദീസുകളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് ഏറെ സ്നേഹിക്കുന്ന, പല്ല് പൊടിക്കാത്ത മോണ കാട്ടി നമ്മെ ചിരിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആഹ്ലാദവും കവർന്നു നൽകുന്ന ആ പൊന്നോമനകൾ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ ഒരു വിശ്വാസി അതിൽ സഹനം അവലംബിക്കുകയും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചും, അത്തരം ക്ഷമ അവലംബിക്കുന്നവർക്ക് നാളെ പരലോകത്ത് അള്ളാഹു നൽകുന്ന അനുഗ്രഹീതമായ, സന്തോഷകരമായിട്ടുള്ള, ആഹ്ലാദകരമായിട്ടുള്ള വാർത്തകളെക്കുറിച്ചുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചക വചനങ്ങളിലൂടെ നമ്മെ ഉണർത്തിയത്. ആ സഹനതയും ആ ക്ഷമയും ഏതു പരീക്ഷണങ്ങളുടെയും, ഇനി മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാലും ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, ഫസബ്റുൻ ജമീൽ, ഞാൻ വളരെ നന്നായി ക്ഷമിക്കുന്നു.
തൻ്റെ പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ടപ്പോൾ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞത് ഇപ്രകാരമാണ്. എന്നിട്ട് 2 മക്കളെയും അന്വേഷിക്കാൻ വേണ്ടി ബാക്കിയുള്ള